ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കിയാലോ. അതിന് മുന്നേ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ മൽബറി കഴിച്ചു. മൽബറി കഴിക്കാൻ പറ്റുമെന്ന് ആരെയും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ കഴിക്കണ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റും എല്ലാം കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് കഴിച്ച അപകടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് കഴിച്ച അപകടം ഉണ്ടാവും, ഇത് കഴിച്ച മരണം ഉണ്ടാവും എന്നൊക്കെ ആരും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. രണ്ട് വഴിയാണെന്നുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ ബാക്കിയുള്ള അനിമൽസ് കഴിക്കണത് കണ്ട് ഇത് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് കണ്ടുപിടിച്ചതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ധീര പൂർവികന്മാർ സ്വയം മരണം ഏറ്റുവാങ്ങിയിട്ട് എക്സാമ്പിൾ ആയതായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുക. ഇപ്പോൾ ഈ പഴം കഴിച്ച് കഴിഞ്ഞാൽ മരിക്കുമെന്ന് ഒരാൾ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി അത് കഴിച്ച് കഴിഞ്ഞാൽ പോയ്സൺ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ പോയ്സൺ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ പറ്റും, ഇതിന് എരിവാണ്, ഇതിന് മധുരമാണ്, ഇത് കയ്പ്പാണ്, ഈ കയ്പ്പുള്ള സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നൊക്കെ കണ്ടുപിടിച്ചതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എല്ലായിടത്തും ഉണ്ട്. റൈറ്റ് ബ്രദേഴ്സ് എയറോപ്ലെയിൻ കണ്ടുപിടിച്ചതാണെങ്കിലും ഫയർ കണ്ടുപിടിച്ചതാണെങ്കിലും വീല് കണ്ടുപിടിച്ചതാണെങ്കിലും എൻജിൻ കണ്ടുപിടിച്ചതാണെങ്കിലും എല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ്. ഞാൻ കണ്ടിടത്തോളം ഫയറിനെ കൺട്രോൾ ചെയ്താണ് ഏറ്റവും വലിയ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ്റെ ഒരു ഫസ്റ്റ് ഡൊമിനോ ആയിട്ട് നമുക്ക് ഫയറിനെ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റും. അതായത് ഫയർ സ്പ്രെഡാവും, അല്ലെങ്കിൽ ഫയറിൽ വെള്ളം വീണ ഫയർ കെടും, ഒരു എൻക്ലോസ്ഡ് സ്പേസിൽ ഇത്ര നേരെ ഫയർ കത്തുള്ളൂ. അതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഫയർ കൺട്രോളിംഗ് ആണ് നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ട്രയൽ ആൻഡ് എറർ.